അത് സിനിമ ചെയ്തതിനൊക്കെ ഇ ഡി റെയ്ഡ് വരുന്ന കാലഘട്ടമാണേ. സിനിമ ചെയ്തതിനൊക്കെ ഇ ഡി റെയ്ഡ് വരുന്ന കാലഘട്ടമാണ്. അങ്ങനെ എമ്പുരാൻ സിനിമ ഇറങ്ങാൻ ശേഷം നമ്മുടെ ഈ ഒരു കേരളത്തിൽ എന്തൊക്കെയാണ് ഈ സംഭവിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്? നോർത്തിൽ പോലും ഇല്ലാത്ത പ്രശ്നങ്ങളായിരുന്നു ഈ ഒരു സിനിമയെ പറ്റിയിട്ട് ഇവിടുത്തെ BJP RSSലെ പ്രവർത്തകരൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഓക്കെ, ആൻഡ് അതിനകത്ത് മറ്റേ ഒരു ശിവജി വന്ന് പറഞ്ഞ കാര്യം നിങ്ങളാരും മറന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. അതായത് അങ്ങനെ ഗോത്ര കലാപത്തിൽ ഞങ്ങൾ കുറച്ച് ആൾക്കാരെ കൊന്നു, അതിനിപ്പോൾ എന്നാ വേണം എന്ന് ചോദിച്ചുകൊണ്ട് വന്നേക്കുന്ന ഒരുത്തനാണ്. ഓക്കെ, അങ്ങനെ എന്നാ വേണം എന്നാണെങ്കിൽ പിന്നെ ഇതിനെപ്പറ്റി ഇങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വന്നേക്കുന്ന ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ആദ്യം ഈ പറഞ്ഞ ഗോകുലം ഗോപാലിന് ED റെയ്ഡ്, അത് കഴിഞ്ഞ് പൃഥ്വിരാജ് സുകുമാരനെതിരെ, അത് കഴിഞ്ഞിട്ട് ആന്റണി പെരുമ്പാവൂരിനെതിരെ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ED റെയ്ഡും അല്ലെങ്കിൽ അറസ്റ്റും കാര്യങ്ങളൊക്കെ വരാൻ പോകും നമ്മുടെ വേടനായിരിക്കും. കാര്യം വേടൻ ഇതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പരാമർശിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ വെച്ചിട്ട് വേടനാണെങ്കിൽ ഈ ഒരു സിനിമയെ പറ്റിയിട്ടും അല്ലെങ്കിൽ ED റെയ്ഡിനെ കുറിച്ചിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ആ വീഡിയോ ഞാൻ അങ്ങോട്ട് പ്ലേ ചെയ്യാം. അത് സിനിമ ചെയ്തതിനൊക്കെ ഇ ഡി റെയ്ഡ് വരുന്ന കാലഘട്ടമാണേ. സിനിമ ചെയ്തതിനൊക്കെ ഇ ഡി റെയ്ഡ് വരുന്ന കാലഘട്ടമാണ്. അപ്പൊ ആരെ കുറിച്ച് എന്തൊക്കെ സംസാരിക്കാൻ മനസ്സിലാവുന്നുണ്ടല്ലോ മക്കൾക്ക്. അപ്പൊ സമാധാനമായിട്ട് നിങ്ങളുടെ സാമൂഹിക അവസ്ഥയിൽ എന്തൊക്കെയാണ് നടക്കണമെന്നൊക്കെ ഉള്ള ബോധമുള്ള ആൾക്കാരെ കേട്ടിരുന്നോളോ. ദയവ് ചെയ്ത് 2 പാട്ട് കൂടി ഞാൻ കുടുംബത്തിൽ പോകണം. പാട്ട് പാടി ഞാൻ കുടുംബത്തിൽ പോകും. നിങ്ങൾ തന്നെ നോക്കിയോളോ. മനസ്സിലാവണ്ട? കോളേജിലൊക്കെ പോണ പിള്ളേരാണ്. ഭയങ്കര പൊളിറ്റിക്കലി അറിവുള്ള പിള്ളേരൊക്കെ ആയിട്ട് വളർന്നോളൂ പ്ലീസ്. കാരണം നിങ്ങൾ മാത്രമുള്ള ഇനി കാരണന്മാരെ പൊട്ടത്തരം കാണിച്ച് നടക്കണാണ്. നമ്മുടെ രാഷ്ട്രീയ സാധനങ്ങളൊക്കെ കാണണല്ലേ നിങ്ങൾ. എല്ലാ ദിവസവും വാർത്തയും ഒക്കെ വായിക്കുന്ന ആൾക്കാരല്ലേ. ഭയങ്കര അറിബോറാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മക്കളെ. നിങ്ങൾ മാത്രം ആകെ ഒരു ഹോപ്പുള്ളോ. അതാണ് കാരണന്മാർ മൊത്തം പൊട്ടന്മാരാണ്. നമ്മൾ മുമ്പത്തെ വീഡിയോസിനകത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവർത്തിച്ച് റിപ്പീറ്റ്ലി പറയുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ നല്ലവരായിട്ടുള്ള BJPയിലെ RSSലെ സുഹൃത്തുക്കളെന്നൊക്കെ. അപ്പോൾ ആരൊക്കെ ഇങ്ങനെ കമന്റ് എന്തിനാണ് അതിങ്ങനെ എടുത്തെടുത്ത് പറയുന്നുള്ള കാര്യം. അങ്ങനെ യഥാർത്ഥത്തിൽ അങ്ങനെ സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ നല്ലവരായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാര്യം നമ്മുടെ ഈ ഒരു 2K കിഡ്സ് ഒക്കെ ആയിട്ടുള്ള ഇതിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാർ, എൻ്റെ നല്ലവരായിട്ട് കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവർക്ക് കൂടെ നാണക്കേട് ഉണ്ടാക്കുന്ന ഇതേപോലുള്ള ഇവരുടെ കാരണവന്മാരാണ്. ഈ കാരണവന്മാരാണ് ഇവിടെ വന്നിട്ട് പറയുന്നത് ഞങ്ങൾ എങ്ങനെ ചെയ്തു, അതിനിപ്പോൾ എന്നാ വേണമെന്നൊക്കെ പറഞ്ഞുണ്ട്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ ED റെയ്ഡും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഓക്കെ, എന്തിനാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും നമ്മുടെ കേരളത്തിൽ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ എത്ര ഭീകരമായിട്ടൊരു അവസ്ഥയായിരിക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് എന്തായാലും വേടൻ ഇങ്ങനെ പറഞ്ഞല്ലോ, അടുത്ത ദിവസങ്ങളിലെ പൊന്നു മക്കളെ ഇനി വേടൻ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എത്ര ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയായിരിക്കും. ഇതിനകത്തുള്ള കമന്റ് ബോക്സ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നിന്റെ അപ്പൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല മലരെ, കഞ്ചാവും അടിച്ചിട്ട് നടക്കുന്ന നീയാണ് മലരെ ഇനി ഉണ്ടാക്കാൻ നടക്കുന്നത്. പോയി ഷർട്ട് ഇടാ നാറി ആദ്യം കൊണ്ടു. വളരെ മാന്യമായിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് അത്. ഏമാനൊക്കെ ആണെങ്കിൽ അങ്ങ് കൊണ്ടു എന്ന് മുമ്പ് പീഡന പോക്സോ കേസോ വന്ന മുതൽ ബെസ്റ്റ് ആൾക്കാരെ ഉപദേശിക്കുന്നത് നിന്റെ പാർട്ടി EDയെ കൊണ്ട് പിടിപ്പിച്ച് കോൺഗ്രസിനെ കണ്ടു ചാനൽ ചർച്ച നടത്തിക്കും. നേരെ വണ്ണം ടാക്സ് അടച്ചില്ലെങ്കിൽ പാട്ട് പാടുന്നവൻ്റെ വീട്ടിലും വരും. ഇവൻ്റെ പാട്ടുകളിലെ ഹിന്ദു വിരുദ്ധത ആരും അറിയാതെ പോകരുത്. ഹിന്ദു വിരുദ്ധതയാ വേടൻ്റെ പാട്ടില്ല. കൊള്ളാം. ലേ സംഗി മുഹമ്മദ് വേടൻ എന്നാണ് ഇവൻ്റെ പേര്. വീട് മലപ്പുറം വളാഞ്ചേരി. കാര്യം സീരിയസ്ലി അടുത്ത ദിവസങ്ങളിലൊക്കെ അറിയാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. മുഹമ്മദ് വേടൻ എന്നൊക്കെ ആയിരിക്കും ഇനി ആൾക്കാർ സംഘികളായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇനി വേടനെ ചിത്രീകരിക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ MDMA കച്ചവടം തീരുമാനമായി എന്ന് തോന്നുന്നു. ഇവന്മാരുടെ സ്റ്റേജിൽ മൊത്തം MDMA ടീമാണ്. ഇവർക്കെല്ലാം സെയിൽ നടത്തിയപ്പോഴാണ് ഇവരൊക്കെ വന്ന് പറയുന്നത് MDMA ടീമാണെന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ അടുത്ത ദിവസങ്ങളിൽ ആകാശത്ത് നിൽക്കാൻ പോകുന്നത് ഇനി വേടനായിരിക്കും. ഈ സംഘ ടീംസിൻ്റെ ഒക്കെ ഈ പറഞ്ഞ ഓരോ പേജുകളിലൊക്കെ വരാൻ പോകുന്നത് ഇനി വേടൻ്റെ ചിത്രമായിരിക്കും അല്ലേ. വേടൻ തീവ്രവാദിയാണ്, വേടൻ വിദേശത്ത് പറഞ്ഞ പ്രോഗ്രാമിന് പോയപ്പോൾ IS ബന്ധമുണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി എന്തൊക്കെയാണ് ഇനി അടിച്ചിറക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണെങ്കിലും ഞാൻ വേടൻ പറഞ്ഞേക്കുന്ന വേടൻ്റെ പൊളിറ്റിക്സും വേടനെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വന്നേക്കുന്ന കുറച്ച് ആൾക്കാരില്ല. വേടൻ്റെ അത്തരം കാര്യങ്ങളൊക്കെ വേടൻ മുമ്പ് പറഞ്ഞേക്കുന്ന കാര്യങ്ങളോട്ട് വരാം. അതിന് മുന്നേ ഞാൻ ഇവിടെ ആണെങ്കിൽ സൈഡിലോട്ട് ഒരു വീഡിയോ കൊടുക്കാവേ. പാലക്കാട് BJP പ്രവർത്തകരെ ആണെങ്കിൽ ഒരു പ്രതിഷേധത്തിൻ്റെ ഇടയ്ക്ക് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണെങ്കിൽ പിടിച്ചു മാറ്റാനെ കൊണ്ട് വന്നതാണ്. അവിടെ ഈ ഒരു പുന്നാരമോൻ നീല ഷർട്ടിട്ട് ഈ പുന്നാരമോൻ കാണിച്ചിരിക്കുന്ന തന്തയ്ക്ക് പറക്കാഴിക നിങ്ങൾ കണ്ടില്ല. അതിൻ്റെ ഇടയിൽ കൂടെ കയറി പിടിക്കാൻ വന്നതാണ്. അതായത് ഈ ഒരു അവസരത്തിനെ മുതലെടുക്കാൻ വന്നേക്കുന്ന ഒരു പുന്നാരമോനാണ്. ഗോത്ര കലാപത്തിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ മുസ്ലിങ്ങൾ തീയിട്ടു എന്നൊക്കെ ഈ പറഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ട് വരുന്ന ഈ ആൾക്കാരുണ്ടല്ലോ, അതിനുശേഷം ഈ ഒരു അവസരത്തെ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ അവസരമായിട്ട് മുതലെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ് പിന്നീട് ചെയ്തത്? ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെ പോലും പീഡിപ്പിക്കുക. അതായത് ഇവൻ്റെയൊക്കെ കാമപ്രാന്ത് തീർക്കാനൊക്കെ അവരെ ഉപയോഗിക്കുകയായിരുന്നു അല്ലേ. അങ്ങനെയുള്ള പല മുന്നമാരെ പോലുള്ള അല്ലെങ്കിൽ നമ്മുടെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞ
പോലത്തെ മുന്നെയാണ് ഈ ഒരു നീല ഷർട്ടിട്ട് ഈ കയറി പിടിച്ചേക്കുന്ന വന്നവൻ. ഓക്കെ, ഇവനൊക്കെ എന്തുവാണ് ചെയ്യേണ്ടത്? ഇതങ്ങനെ ഒരു BJP അല്ലെങ്കിൽ RSS ജോയിൻ ആവാനെ കൊണ്ട് ഒരു ബേസിക് ആയിട്ട് ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഇവന്മാരൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവന്മാരുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെ കാണാമല്ലോ. ഇപ്പോഴും നിങ്ങൾ ആലോചിക്കും, നമ്മളിപ്പോഴും സേഫ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമ്മളെ ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലെങ്കിൽ നമ്മളെ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും ഭരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഒരു പരിധി വരെ നമ്മളിവിടെ സേഫ് ആയിട്ട് നിൽക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കുക. കാര്യം ഇമാതിരി പരിപാടിയല്ല കാണിച്ചിരിക്കുന്നവനെ പിടിച്ചു മാറ്റാൻ വന്നേക്കുന്ന ഒരു വനിതാ ഉദ്യോഗസ്ഥയാണ്. ഓക്കെ, എന്തുതന്നെയാണെങ്കിൽ ഇനി വേടൻ പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളിലോട്ട് നമുക്ക് ഇനി പോകാം. അടക്കി വെച്ച പുസ്തകത്തിലെ മൂർച്ചയുള്ള വാക്കെടുത്ത് തോക്കുകൾ അരിഞ്ഞിടാൻ ഭയങ്കര രസമുള്ള ഒരു സെന്റൻസ് കൺസ്ട്രക്ഷനും തോട്ടുമാണ്. അതിനകത്ത് വേറൊരു തരം പൊളിറ്റിക്സ്, അത് വേറെ ഉദ്ദേശിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. തോക്കുകൾ അരിഞ്ഞിടാൻ വന്നാണ് പറയുന്നത്. അപ്പൊ അരിവാൾ കൊണ്ടാണ്. സോ ദർ ഇസ് എൻ ഇൻഹറന്റ് പൊളിറ്റിക്സ്. തോക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു വെൽത്തി വർഗത്തിൻ്റെതും, അരിവാൾ എന്ന് പറയുന്നത് അല്ലേ, പൊളിറ്റിക്സ് ഇസ് ബ്യൂട്ടിഫുൾ. ഈ വേടനെയാണ് പൊളിറ്റിക്സ് പഠിപ്പിക്കാനൊക്കെ കുറെ ഏമമാർ വന്നേക്കുന്നത്. അതായത് ഈ ഏമമാരുടെ വിചാരം എന്ന് വെച്ചാൽ ഇവർ വിശ്വസിച്ചേക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഓക്കെ പൊളിറ്റിക്സ്, ഇതാണ് രാഷ്ട്രീയം. ഓക്കെ, മുസ്ലിങ്ങളെ തള്ളിപ്പറയുക അല്ലെങ്കിൽ അങ്ങനെ ആക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവരുടെ കൊള്ളരുതായ്മകൾ ആരെങ്കിലും പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവന്മാരെ തീവ്രവാദമാക്കി മുദ്ര കുത്തുക, അവർക്കെതിരെ ED റെയ്ഡ് കൊടുക്കുക, അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ വിട്ട് കഴിഞ്ഞാൽ അവൻ യഥാർത്ഥത്തിലുള്ളൊരു രാഷ്ട്രീയക്കാരൻ. അതാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അന്ധത ബാധിച്ചിരിക്കുന്ന കുറേ ടീംസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഈ വേടൻ്റെ ഈ പറയുന്ന റാപ്പ് സോങ്ങുകൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഇപ്പം മുമ്പ് ഫെജോ റാപ്പറായിട്ടുള്ള ഫെജോ തന്നെ വന്ന് പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് കവിതകളാണ് എഴുതുന്നത്. ഈ കവിതകളാണ്, മൂർച്ചയുള്ള കവിതകളാണ് റാപ്പായിട്ട് ചിത്രീകരിക്കുന്നത് അല്ലേ. അപ്പം ആ ഒരു സാധനം ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് കുറേ സാധനങ്ങളൊന്നുമല്ലോ, ഇനി അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഈ സാധനമായിട്ട് എന്തെങ്കിലും സാധനം വേടനെ നേരെ ഏതെങ്കിലും ഒരു രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ, എന്തായാലും സൈബർ അറ്റാക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ട് വന്നിട്ടുണ്ട്, എന്തെങ്കിലും മോശമായിട്ട് ഇച്ചിരി റോങ് ആയിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങളോട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളെ വരികളിലൂടെ നല്ല രീതിയിൽ കീറി മുറിക്കുന്നതായിരിക്കും നമ്മുടെ വേടൻ. ഈ പറമ്പിൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല, ഇത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഇപ്പോഴും ഉണ്ടെന്നേ അത് പിന്നെ അത് ഇപ്പോഴും ഉണ്ട്. അതാ മറ്റേ ലൈനുണ്ടല്ലോ, ഞാൻ പാണനല്ല പുലയനല്ല നീ തമ്പരാനുമല്ല, നീ ആണെങ്കിൽ ഒരു മലരുമില്ല. അതിപ്പോൾ എത്ര വലിയവനായിട്ട് ഈ പറയുന്ന പോലെ ഒക്കെ ഞങ്ങളാണ് ഇവിടെ ഈ ഹിന്ദുക്കളെ കൂട്ടുപിടിച്ചുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും ഹിന്ദുക്കളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ഒരു ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഈ പറഞ്ഞ BJP അല്ലെങ്കിൽ RSS. എന്നെ നല്ലവരായിട്ടുള്ള BJP RSSലെ സുഹൃത്തുക്കളുണ്ട്, അവരെക്കുറിച്ചല്ല ഞാൻ കേട്ടോ ഞാനിവിടെ പറയുന്നത്. അല്ലാത്തുള്ള ആൾക്കാർ ഇവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണ്, ചങ്കൂറ്റില്ലാത്ത. അതുകൊണ്ടാണ് ഈ പറയുന്ന ഹിന്ദു മതത്തിലുള്ള ആൾക്കാരെ ആണെങ്കിൽ ചേർത്ത് പിടിക്കാനെ കൊണ്ട് ശ്രമിക്കുന്നത്. എന്തായാലും ഇപ്പം ഈ ഒരു എമ്പുരാൻ സിനിമയാണ് ഹിന്ദുത്വ വിരുദ്ധ സിനിമയാണ് എന്ന് പറഞ്ഞേക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്. ഇവിടെ വേടനെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഓക്കെ ആ സിനിമയ്ക്കെതിരെ ED റെയ്ഡ് വിട്ടു, അപ്പോൾ ഇവന്മാർ തന്നെയാണ് വിട്ടത്, അതുകൊണ്ടാണ് ഇവന്മാർക്ക് പൊള്ളിയേക്കുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെയാണ് വേടൻ്റെ ആണെങ്കിൽ പാട്ടുകൾ ഹിന്ദുത്വ വിരുദ്ധതയുണ്ടെന്ന് വേടൻ്റെ പാട്ടിനകത്ത്. ഓക്കെ, അത് കണ്ടേക്കുന്ന കുറേ കുറേ മഹാന്മാരുണ്ട്. കേരളത്തിലെ എല്ലാ ആൾക്കാരും കേരളത്തിൽ എന്ത് കാസ്റ്റ് പരിപാടിയൊന്നും കേരളത്തിലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഓരോ 1/2 കിലോമീറ്ററിലും ജാതി മാറ്റം കാണാൻ പറ്റുന്ന സ്ഥലമാണ് എറണാകുളം സിറ്റി. ഇവിടെ ജാതി ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോമഡിയാണ്, ചിരിക്കാനുള്ള വകയുണ്ട്. ഈ ജാതിയുടെ ഏറ്റവും വലിയ രീതിയിൽ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് പൊതുസമക്ഷത്തിൽ വന്ന് പറഞ്ഞേക്കുന്ന ഒരു വ്യക്തി മറ്റാരുമല്ല, നമ്മുടെ സുരേഷ് ജി തന്നെയാണ്. നമ്മുടെ BJPയുടെ പ്രതിനിധിയായിട്ട് വന്നേക്കുന്ന നമ്മുടെ സുരേഷ് ജി എന്ന് പറഞ്ഞേക്കുന്ന കാര്യം ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വെക്കാം. അസൂയാണ് ഈ പൂണൂലിട്ട വർഗത്തിനോട്. പ്രത്യേകിച്ച് പൂണൂലിടാത്തവരും അമ്പലങ്ങളിൽ കയറി പൂജ ചെയ്യുന്നുണ്ട്, ആ അവസ്ഥ എനിക്കറിയാം. പക്ഷെ ശബരിമലയെ സംബന്ധിച്ച് കേരള സർക്കാരിന്റെ ഇടതും വലതും നടുവും ഒക്കെ ഭരിച്ച കാലത്തും അവർ തന്നെയാണ് ഈ പൂജാ ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്നത്. അടുത്ത ജന്മത്തിലാണെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്നൊക്കെ പറഞ്ഞേക്കുന്ന വ്യക്തിയാണ് സുരേഷ് ജി. അന്ന് ഈ പറയുന്ന പോലെ പിന്നോക്ക വിഭാഗക്കാരെ ആണെങ്കിൽ ഉന്നത കുലജാതർ ഭരിക്കണം എന്നുള്ളതിലൊക്കെ അങ്ങനെ എടുത്തു പറഞ്ഞേക്കുന്ന അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തി തീർച്ചയായിട്ടും നമ്മുടെ BJPക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തൃശ്ശൂർക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു ഘടകം തന്നെയാണ് സുരേഷ് ജി എന്ന് പറയുന്നത്. ഓക്കെ, പബ്ലിക്കായിട്ട് വന്നിട്ട് ഓക്കെ പിന്നെ എനിക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാവണം, എന്തോ ബ്രാഹ്മണൻ മനുഷ്യരാവുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് വേണ്ടുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റി. അല്ലാതെ ആ ജാതി ഈ ജാതി എന്ത് ജാതി പബ്ലിക്കായിട്ട് വന്നിട്ട് ജാതി പറയാണ്, സംസാരിക്കുകയാണ്. അങ്ങനെ അയാളാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു MP ആയിട്ട് മാറിയേക്കുന്നത്. കൊള്ളാടെ പ്രവർത്തനകാലം അതിനെക്കുറിച്ചും അതിനെപ്പറ്റിയും അതിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പണി. സംസാരിച്ചെത്തുക, ഭയമുണ്ടോ? അതിന് വേറെ ആൾക്കാർ സംസാരിക്കും. ഭയമുണ്ടോ? ഇപ്പോഴും എന്റെ സ്നേഹത്തിൽ പൊതിഞ്ഞിട്ടുള്ള ഭീഷണികളൊക്കെ വരാറുണ്ടോ? ഓ പിന്നെ അതൊക്കെ എപ്പോഴും എനിക്ക് തോന്നുന്നു അത് എപ്പോഴും ഉണ്ടാവുന്നു. നല്ലതാണ് അതുള്ളത്. ഞാൻ ആസ്വദിക്കാൻ തുടങ്ങി, അതൊക്കെ എന്റർടൈൻമെന്റ് ചെയ്യാൻ തുടങ്ങി, അതൊക്കെ നല്ല കേൾക്കാൻ. ഇനിയും കേൾക്കാൻ പോകുന്നത് സ്നേഹത്തിൽ പൊതിഞ്ഞേക്കുന്ന ഭീഷണി ഒന്നുമല്ല. കാരണം എമ്പുരാൻ സിനിമ വന്നപ്പോൾ പൃഥ്വിരാജിനെതിരെയും അല്ലെങ്കിൽ മുരളി ഗോപിക്കൊക്കെ എതിരെ വന്നേക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഇനി വരാൻ ഒരിക്കലും വേടൻ എന്തായാലും ഈ പറയുന്ന പോലെ സ്നേഹത്തിൽ പൊതിഞ്ഞായിരിക്കുമല്ലോ. ഇനി വരുന്ന ഏതെങ്കിലും പ്രോഗ്രാംസിനൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും വേടൻ്റെ പ്രോഗ്രാമിൽ. ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, അണ്ണന്മാർ പണി തുടങ്ങി എന്നുള്ളത് മാത്രമേ എല്ലാവരും മനസ്സിലാക്കുക. രാഷ്ട്രീയപരമായി ഒരുപാട് മുന്നേറി നിൽക്കുന്ന ഒരു സമൂഹമാണ് കേരളം എന്നൊക്കെ പറയുമ്പോൾ നമുക്കിപ്പോഴും ഒരു പാരഞ്ചിത്തോ നമുക്കൊരു മാരി സെൽവരാജോ നമുക്കൊരു വെട്ടിമാരനോ ഒന്നുമില്ല. നമുക്കൊരു കറുത്ത നടനുണ്ടോ?
വിനായകനുണ്ട് ഫോർച്ചുനേറ്റ്ലി. ആ, അതെ. വിനായകനുണ്ട്. നമ്മളൊന്നും മര്യാദയ്ക്ക് ഉപയോഗിക്കണമെന്നില്ല വിനായകൻ. മലയാളികൾ എവിടെയും വിനായകൻ മര്യാദയ്ക്ക് ഉപയോഗിച്ചാണ്. അതെ, നമുക്ക് ജയിലറിലെ പോലെ ഒരു വിനായകൻ നമുക്ക് കിട്ടിയിട്ടില്ല. കമ്മിറ്റി പടത്തിനകത്ത് രാജീവേട്ടനൊക്കെ ചെയ്ത് വെച്ച ഒരു നല്ലൊരു സാധനം. എന്നാലും പുള്ളിക്കാരൊന്നും ഉപയോഗിക്കില്ല. നമ്മുടെ ആൾക്കാർ ഇതൊന്നും കണ്ട് മനസ്സിലാക്കാനുള്ള നമുക്കൊരു കറുത്ത മോഡലുണ്ടോ? നമുക്ക് ഏത് പോസ്റ്റിൽ ഒരു കറുത്ത മോഡൽ കാണാൻ പറ്റും? ഞാൻ ദുബായ് പോയി പോയി ഫുൾ കറുത്ത മോഡൽസ് എവിടെ നോക്കിയാലും ഒക്കെ കറുപ്പില്ല. ഞാനൊക്കെ ബ്ലിങ്കസ് ചെയ്തു. ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ മോഡലും എല്ലാം കറുപ്പ് ആൾക്കാരായിരുന്നു. നമ്മുടെ മതത്തിലല്ലോ നവമി ക്യാമ്പലും ഒക്കെ ഉണ്ട് നമുക്ക്. ഇത് നമ്മുടെ മതത്തില്ല. നമ്മള് അതിൽ പറഞ്ഞ് കാണുമ്പോൾ നോർത്തിലേതായി ചെറുതായി നമ്മൾ കാണുന്നത് നമ്മുടെ സ്ത്രീയൊക്കെ ഒരു ബന്ധുവില്ല. നമ്മുടെ അമ്മയ്ക്ക് എങ്ങനെ ഇരിക്കണേ? ഇത് നമ്മുടെ അമ്മയും പെങ്ങളിലൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളൊക്കെ. എന്നാൽ അവരെ മരുന്ന് മോഡൽ കാണിക്കേ എന്റെ എനിക്ക് ഭയങ്കര സുന്ദരി അവരെ കാണിച്ചാൽ ഇത് ഏതോ നോർത്തിലുള്ള നമ്മുടെ സ്കിൻ കളർ പോലും അവരെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ നടിമാരല്ലേ നമുക്കുള്ള ആവശ്യം. കറുത്ത നടി ഒരു കറുത്ത നടനോ കറുത്ത സൂപ്പർ സ്റ്റാറിലെ സ്ഥലമാണ് നമ്മുടെ. ഇങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണ ബോധമൊക്കെയുള്ള ഇതേ വേദനയാണ് കുറേ ആൾക്കാർ രാഷ്ട്രീയം പഠിപ്പിക്കാനും അല്ലെങ്കിൽ അങ്ങനെ കുറേ നിന്റെ അപ്പം വിചാരിച്ചത് നടന്നില്ലാത്ത അങ്ങനെ കുറേ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇത് തലയിൽ തലച്ചോറിന് പകരം ചാണകച്ചോറും അല്ലെങ്കിൽ പൊതിച്ചോറും കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാടെ, എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം ഞാൻ പറയാണ്, ഈ മക്കളെ കുറിച്ചിട്ട് ഒരു സിനിമ എടുത്തതിൻ്റെ പേരിലല്ല ഇത്രയും പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഒരു റാപ്പ് സോങ് എന്തായാലും വേടൻ എഴുതണം എന്നുള്ളതാണ് എൻ്റെ ഒരു കൈൻഡ്ലി റിക്വസ്റ്റ് ആണ്. കാര്യം എന്ന് വെച്ചാൽ ഈ പൊട്ടന്മാർക്കൊന്നും അത് മനസ്സിലാവാൻ പോകുന്നില്ല. ഓക്കെ, ഇവന്മാരെയാണ് പറഞ്ഞത് മനസ്സിലാവും. അതിന് മിനിമം ഒരു തലയിൽ എന്തെങ്കിലുമൊക്കെ ഒരു മൂള വേണം. അതില്ലാത്തവന്മാരായിട്ട് അതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അതല്ലേ പറഞ്ഞേക്കുന്നത്. കാര്യം വേടൻ്റെ പാട്ടുകൾ ഹിന്ദുത്വ വിരുദ്ധത ഉള്ളതാണെന്നുള്ള രീതിയിലേക്ക്. എന്തായാലും കൊള്ളാണ്. ഞാൻ വീണ്ടും ഞാൻ പറയണം, എൻ്റെ നല്ലവരായിട്ടുള്ള BJP RSS സുഹൃത്തുക്കളെ കുറിച്ചല്ല ഞാനിവിടെ സംസാരിച്ചത്. ഈ ചാണകം അല്ലെങ്കിൽ ഈ പറഞ്ഞ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെ തീവ്രത കൊണ്ട് നടന്നേക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അവരെ കുറച്ച് പേരെ കാണാൻ പറ്റും. അങ്ങനെ അതായത് ഈ മുന്നമാർ അവരെ കുറച്ച് പേരെ നിങ്ങൾക്ക് ഒരു കമൻറ്റ് ബോക്സ് അവിടെ എവിടെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തിനാണെങ്കിലും ഈ ഒരു വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക. നമുക്കത് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.